ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ഫാമിലി. അപ്പോൾ നമ്മുടെ പുതിയൊരു വ്ളോഗിലോട്ട് എല്ലാവർക്കും സ്വാഗതം ഗൈസ്. അപ്പം ഞാൻ അമ്മൂട്ടി അന്തുമ്മ നമ്മളെല്ലാം കൂടെ ഒരു നൈറ്റ് ഫുഡ് കഴിക്കാൻ ഇവിടെ അടുത്തുള്ളൊരു തട്ടുകടയിൽ പോകുക കേട്ടോ. അപ്പോൾ അതിൻ്റെ ഒരു വ്ളോഗാണ്. അപ്പം നമ്മളെ ചാനലാരെ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ എന്തായാലും വീഡിയോ പോയി കണ്ടു ഗൈസ്. അപ്പോൾ ഇത് അമ്പൂട്ടി നന്തൂട്ടി ഇതാ ചോറൊക്കെ കൊടുത്ത് മീനൊക്കെ കൊടുത്തത്. ഇപ്പോൾ ഇതാ കാർട്ടൂൺ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ബാനു ബബ്ലു ഇതന്നെ ഒരു 100 തവണ അവിടെ ഓടിയിട്ടുണ്ടാവും. പിന്നെ അച്ഛൻ പുറത്തിരിക്കുന്നുണ്ട്, അനുവേട്ടനും പുറത്തിരിക്കുന്നുണ്ട്. അപ്പോൾ നമ്മളൊന്ന് പോയി കഴിച്ചിട്ട് വരാമെന്ന് വിചാരിച്ചു. അല്ലേ നന്ദുമ്മ? നമ്മൾ 4 പേര് ആദ്യമായിട്ടാണ് പുറത്തോട്ട്, കുറേ നാളായി പുറത്തോട്ട് കഴിക്കാൻ പോയിട്ട്. പിന്നെ ആദ്യമായിട്ടാണ് ദോശ കഴിക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ദോശയോ പൊറോട്ടയോ അപ്പോൾ എന്തെങ്കിലും കഴിക്കാൻ വേണ്ടി പോവാം. ഓക്കെ, ടാറ്റ പോവാം. ചിക്കൻ കഴിക്കാൻ വേണ്ട ഒരാൾ ചിക്കന് വേണ്ടി പറഞ്ഞത് ഞാൻ ലാസ്റ്റ് കോഴിമുട്ടയിൽ ചിക്കൻ പൊടിയൊക്കെ ഇട്ടിട്ട് അങ്ങനെ എന്താ പറയുക ഉപ്പേരി തോരൻ പോലെ വെച്ച് കൊടുത്തു. ഓക്കെ, അങ്ങനെ അമ്പൂട്ടി ഒറ്റയ്ക്ക് ഡ്രസ്സൊക്കെ ഇടാൻ വേണ്ടി പഠിച്ച് അവൾക്ക് എവിടെ പോവുകയാണെങ്കിലും ഒരു ടീഷർട്ടും പാൻറ്റും മാത്രം മതി. മുട്ടയ്ക്ക് ഇതാ ഒരു അംബ്രല്ല ഡ്രസ്സാട്ടോ. ഇത് അമ്പൂട്ടിക്ക് ഞാൻ ഓൺലൈനിൽ നിന്ന് വേണ്ടി വാങ്ങിച്ചതായിരുന്നു. പിന്നെ അത് അമ്പൂട്ടി ഇട്ട് കഴിഞ്ഞതിന് ശേഷം പിന്നെ ഈ ഡ്രസ്സ് ഞാൻ എടുത്ത് വെച്ച്. അങ്ങനെ ഇപ്പോൾ നന്ദുമോളാണ് യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവൾക്ക് ഇപ്പം അംഗനവാടി പോവുകയാണെങ്കിൽ പോലും എപ്പോൾ നോക്കിയാലും ടീഷർട്ടും പാൻറ്റും മാത്രം മതി. ഉടുപ്പൊന്നും ഇടൂല കുട്ടി. എന്നിട്ടിപ്പോൾ ഓൺലൈനിൽ ഞാൻ മീഷോന്ന് 2-3 വാങ്ങിച്ച്. ഇത് നനച്ചിടേണ്ട ഉണങ്ങണ്ടേ, എങ്കിലും അവൾക്ക് എപ്പോൾ നോക്കിയാലും ഇത് ഈ ഒരു 4 ഐറ്റം ഉണ്ട്. ടീഷർട്ടും പാൻറ്റും അത് തന്നെ മാറ്റി ഇട്ടുകൊണ്ടിരിക്കും. ഉടുപ്പ് ഒന്നും ഇടില്ല. അച്ഛൻ ഓക്ക് തൊപ്പി വാങ്ങി കൊടുത്തില്ല എന്ന് അമ്പൂട്ടി പറയുന്നു. തൊപ്പി ഇന്ന് ഉച്ചക്ക് പിന്നെ കുഞ്ഞിലുള്ള അറിയാം സൈലന്റ് ആയിരുന്നു. ഇവളങ്ങനെയല്ല. അമ്മ ഓക്ക് മുട്ട ഇവർ രണ്ടുപേരും തമ്മിൽ ഉപദ്രവമൊക്കെയാണ്. അപ്പൊ അതൊന്നും യൂട്യൂബിലൊക്കെ ഇപ്പൊ റിസ്ക് ആണ്. നമുക്ക് ഈ ഒരു ചാനൽ ഉപദ്രവം എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല, ചെറിയൊരു ഇത് മതി കേട്ടോ യൂട്യൂബിന് എന്തെങ്കിലും പ്രശ്നം വരാൻ വേണ്ടിട്ട്. അതുകൊണ്ടാണ് അവരെയൊക്കെ കൂടുതലായിട്ട് നിങ്ങളുടെ അടുത്ത് കാണിക്കണമെന്നില്ല. എനിക്കിപ്പോ ഒരു റിസ്ക് ആണ്. കാരണം ഈ കിഡ്സിന്റെ ഇത് കഴിഞ്ഞ് കഴിഞ്ഞാല് വാണിംഗ് ഒന്നും ഉണ്ടാവില്ല, ഡയറക്റ്റ് സ്ട്രൈക്ക് ആയിരിക്കും വരുന്നത്. പിടിച്ച് വലിക്കുന്നത് അന്ന് ഇതിൽ കയറുന്നത് അതൊക്കെ പ്രശ്നമാണ്. അപ്പൊ സിനിമ കഴിഞ്ഞ പ്രാവശ്യം നിങ്ങളൊക്കെ കമന്റ് സെക്ഷൻ ആക്റ്റീവ് ആയതുകൊണ്ടാണ്. അല്ലാതെ കുറെ ദിവസമായാലും നമ്മൾ പോയിട്ട്. പിന്നെ അതുപോലെ ഇവിടുത്തെ ഫോട്ടോ അയച്ചു തന്നാണ് തട്ടുകടയിൽ പോയി കഴിച്ചത്. എനിക്ക് ഇവിടുത്തെ ഈ ദോശയും ഫുഡൊന്നും ഇഷ്ടപ്പെടാത്തൊരു സംഭവം. പക്ഷെ എനിക്കിപ്പോ കൂടുതൽ അങ്ങനെ എന്തെങ്കിലും ഷോട്ടോ അല്ലെങ്കിൽ കറി എന്തെങ്കിലും കുറവൊക്കെ ആണെങ്കിൽ പോയി കഴിക്കും. ഇപ്പൊ കുറെ നാളായി നമ്മളങ്ങനെ പുറത്ത് പോയാലും അധികം കഴിക്കാതെ വല്ലപ്പോഴൊക്കെ ഇറാനിയിൽ അങ്ങനെയൊക്കെ ഇടയ്ക്കൊക്കെ പോകും. ഇപ്പൊ അതും ഇല്ല, ഇപ്പൊ ഓർഡർ കഴിക്കരുത് നമ്മൾ ചെയ്ത്. അപ്പൊ നമുക്ക് എന്തായാലും ഒരു നൈറ്റ് റൈഡ് പോട്ടെ. ഇവിടെ അടുത്ത് തന്നെ ഇവിടെ നല്ല ഹോട്ടൽസ് നമ്മുടെ നാട്ടിൽ മാരായമുട്ടത് കുറവാണ്. അപ്പം കുറവാണെന്നാണ് പറഞ്ഞിട്ട്, ഇല്ലെന്നല്ല. പക്ഷെ അവിടെയൊക്കെ ഒരു തട്ടുകട അടിപൊളിയായിരിക്കും. അപ്പൊ നമ്മളൊരു തട്ടുകട വൈബ്സിലോട്ട് പോയി. ഇവിടെ കുറച്ച് മാറി ഒരു തട്ടുകടയുണ്ട്, അങ്ങോട്ട് പോകാം. ഓക്കെ, നല്ല തണുപ്പുണ്ടല്ലേ ഇപ്പൊ. നമ്മളവിടെ പുതിയ ഷോപ്പ് തുടങ്ങിയതാണ് ഗൈസ്. ഇവിടെ തലേ ദിവസത്തെ അവിടെയാ ഒരു ദിവസം നമുക്കുണ്ടല്ലോ അവിടെ നിന്ന് എന്തോ ഒരു പാറ്റ് എന്തോ കറിയിൽ കിട്ടി. അതിന്റെ ശേഷം അരുവട്ടൊക്കെ പറയും. പക്ഷെ 4 ഇടയ്ക്ക് നമ്മൾ അവിടെ നിന്ന് കഴിച്ചില്ലേ. അതിന്റെ ശേഷം അരുവട്ട പോകുമ്പോ അവരിപ്പോ വൈലാതെ മൈൻഡ് ചെയ്യില്ല. അത് ചിരിക്കകൾ ചെയ്യായിരുന്നു. ഇപ്പൊ ഒരു പേടി അവരെവിടെ. ഓ അത് ശരിയാ. അതിനോട്ട് അന്ന് തെറ്റ് കണ്ടപ്പം ഫുഡ് ഇൻസ്പെക്ടറൊക്കെ വിളിച്ച് കണ്ട് സംസാരിച്ചു. അപ്പം അതിൻ്റെ ശേഷം അവർക്ക് നമ്മളെ കണ്ണിൻ്റെ വരെ കണ്ടുകൂടാ. പൂച്ചതാ കായസോട്. നമ്മളെന്തായാലും പുതിയൊരു തട്ടുകടയ്ക്കാണ് പോകുന്നത്. എവിടേക്കാണ് കേട്ടാ? എല്ലാവർക്കും കൂടെ ഇരിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. നമ്മൾ 4 പേരുണ്ട് ബൈക്കില്. നമ്മുടെ എഫ്സിയിലെ ബാക്കിൽ ഷോക്ക് അബ്സർവ് വരില്ല. അപ്പോൾ ബാക്ക് പെയിന് കൂടുതലാണ്. ഇപ്പൊ ചെറിയ റൈഡിനൊന്നും കുഴപ്പമില്ല. ലോങ് റൈഡൊക്കെ പോകുമ്പോൾ ഇച്ചിരി ബുദ്ധിമുട്ടാണ്. അതാണ് എഫ്സിയുടെ ഒരു പ്രശ്നം. നമുക്ക് പക്ഷേ സോളോയ്ക്ക് അടിപൊളിയാണ്, നൈസ് ആയിട്ടുണ്ട്. സെൻട്രലല്ലേ ഷോക്ക് അബ്സർവ് വരുന്നത്, അതുകൊണ്ട് ഇരിക്കാനും സുഖം. പിന്നെ എനിക്ക് ലഗേജും കൂടെ വരുമ്പോൾ എനിക്ക് ഇരിക്കാൻ എന്താ വെച്ചാൽ ബാഗ് കുറച്ച് കയറി നിൽക്കും. അപ്പോൾ അവരെ അമ്പൂട്ടിയാണെങ്കിൽ ഫ്രണ്ടിൽ ഇരിക്കൂല. അപ്പോൾ ഇത്രയും ലോങ് ഒക്കെ പോകാനൊരു മടി. അപ്പോൾ അതിന് തലയ്ക്ക് ഇതാ അടിക്കുന്നു.
അമ്മിണിയെ പായം അടക്കി. ആദ്യം വേറെ പേരില്ല, ഗൗരി തന്നെയായിരുന്നു. അല്ല അവര് തന്നെ, അവരെന്തോ പണി എന്തോ അവിടെ കൊണ്ട് അതുകൊണ്ട് ഞാൻ 2 ദിവസം മുമ്പ് വന്നതാണ് കേട്ടോ. അവരിന്ന് തുറന്നില്ല. പായം മടക്കിക്കാള് അമ്മിണി എന്ന് പറഞ്ഞ പോലെ. നമ്മൾ തൊട്ടടുത്ത് വേറൊരു കടയാണ്, അവിടെ കുഴപ്പമില്ല. പക്ഷെ ഇവിടെയാണ് കുറച്ചുകൂടെ നല്ല ഫുഡായിരുന്നു. അവിടെ ചിക്കൻ ഉണ്ടാവോ? നിങ്ങളെ മോക്ക് ചിക്കനൊക്കെ നാളെ വാങ്ങും. ബഡ്ജറ്റില്ല. നമുക്ക് മുട്ട വാങ്ങിക്കാം. ഇവിടെ ഒരു അമ്മൂമ്മേന്റെ കടയല്ലേ അല്ലേ? ഇപ്പൊ നമ്മളിന്ന് ഈ കടയിലാണ് വന്നത്. എങ്ങനെയുണ്ട് നോക്കാം. നമുക്കെല്ലാം വേണം. ഇവിടെ പച്ചക്കറിയൊക്കെ ഉണ്ട്. ഓ അച്ഛൻ പറഞ്ഞു, അച്ഛൻ പറഞ്ഞു. ഇതാണ് ഇവിടുത്തെ രസം. പക്ഷെ വേറെ കറിയിൽ വിടൂല്ല രസം. രസത്തിന് വേറെ കറിയിലൊക്കെ വരും. സാമ്പാറില്ലേ കുറച്ച് പറ കേട്ടൂടോ. ഓ അതാ തക്കുട കയറുന്നിപ്പുണ്ട്. എന്നിട്ട് പപ്പടം, പിന്നെ മുളക് എടുത്തോ. മുളക് ചമ്മന്തി, രസവട, പപ്പടം കൂടെ കിട്ടിയാലേ കഴിക്കാൻ പറ്റും. ഒന്നുകൂടെ വെച്ചാൽ മതി. വേണ്ട വേണ്ട, മുമ്പ് കഴിച്ചോ. പിടിച്ചോ. എല്ലായിട്ട് ഒരുമിച്ച് പൊടിച്ച് എപ്പിടി സാമ്പാറിൻ്റെ ഒരു കുറവ്. സാമ്പാറല്ല. ഓ സൂപ്പർ. എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് ഇപ്പോൾ ഇവിടുത്തെ ഫുഡൊക്കെ നല്ല രസമുണ്ട് കഴിക്കാൻ. പക്ഷെ ബിരിയാണി കൊള്ളാം. പക്ഷേ ബാക്കിയുള്ള സദ്യ ആയാലും എനിക്ക് ഇവിടുത്തെ സദ്യക്ക് എന്തോരം ഇഷ്ടമാണ്. ഇപ്പം ആദ്യമൊക്കെ വെറുത്തിരുന്നു, കഴിച്ചിട്ട് തീരണ്ടേ. ഇപ്പം ഭയങ്കര ഇഷ്ടമായിട്ട് ഇവിടുത്തെ സദ്യ. കല്യാണത്തിന് ഞാൻ സദ്യ കഴിക്കാൻ തന്നെയാണ് പോവാറ്. അങ്ങനെ ബിരിയാണി, നെയ്ച്ചോറും ചിക്കനാണ് ചേട്ടന് കൂടുതൽ ഇഷ്ടമാണ് കേട്ടോ. നെയ്ച്ചോറും ചിക്കനാണ് കൂടുതൽ ഇഷ്ടം. അപ്പം എന്തായാലും നമ്മളത് കഴിക്കട്ടെ. കഴിക്കട്ടെ. ഞാൻ ചെയ്തോളും ചെയ്തേ. എന്താ കഴിക്കായി. പക്ഷെ എനിക്ക് അങ്ങനെ ഇഷ്ടമല്ല കേട്ടോ. എന്നോട് ഒന്നായിട്ട് പൊടിച്ച് വെക്കണം. എനിക്ക് അങ്ങനെ ചിന്നുവിൻ്റെ കഴിപ്പ്. നമ്മൾ ഇവിടെ ഇരുന്ന് കഴി. ഇവിടുത്തേക്ക് ചിക്കൻ ഇല്ലാതെ ഭയങ്കര കോളവിടെ. ഇവിടെ പിന്നെ ചിക്കൻ ഇല്ല കേട്ടോ. ഇവിടെ തട്ടുകട കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇത് പിന്നെ ആൻറ്റീൻ്റെ വീടാണ്. ആൻറ്റി കൊണ്ടടുത്ത് ആ ഇരുമ്പിലല്ല, തവരോള. അടുത്തിന് ഇതിൻ്റെ കൂടെ ഇനി ഓംപ്ലേറ്റ് കൂടെ വരുമ്പോൾ കോംബോ കംപ്ലീറ്റ്. അപ്പോൾ അതാ ഞാൻ കഴിച്ചുകൊണ്ടിരിക്കുക. ഞാൻ ഒരു ഡബിൾ 1 സൈഡ് പറഞ്ഞു. ചിന്നിൻ്റെ അവിടെ 1 സൈഡ് ഓംപ്ലേറ്റ് ഒന്നും ഞാൻ ഉണ്ടായിരിക്കും. അവിടെ ഒരു സൈഡ് മറിച്ചിട്ട് അത് എവിടെയെങ്കിലും കിട്ടും. ഇല്ല, പക്ഷെ അവിടെ പെട്ടെന്ന് കൂടുതൽ പേര് കഴിക്കണേ ഞാൻ കണ്ടില്ല. അവിടെ പിന്നെ തട്ടുദോശയൊക്കെ ചുരുക്കമാണല്ലോ, കൂടുതൽ ബിരിയാണി. ഒരുത്തിയെല്ലാം കുറച്ച് കഴിച്ചിട്ടിട്ട് അവിടെ വന്ന് കളിച്ചുകൊണ്ടിരിക്കുക. അവിടെ പിന്നെ വീട്ടിൽ നിന്ന് കഴിച്ചിട്ട് ഇറങ്ങുക. പിന്നെ അച്ഛനും ഇവിടെ പാർസൽ വാങ്ങണം. അച്ഛനും അമ്മയ്ക്ക് കൂടെ. അമ്മ പിന്നെ ദോശ ചോറാണ് അധികം. പിന്നെ കട്ടൻ കാപ്പി ഇല്ല എൻ്റെ ഇത് കാപ്പി. അപ്പോൾ ഇത് റണ്ണിങ് തന്നെയാണോ? ഇത് റണ്ണിങ് തന്നെയാണ്. അപ്പോൾ ഇതാണ് 1 സൈഡ് ഓംപ്ലേറ്റ്. ഇത് ഞാൻ വീട്ടിലുണ്ടാക്കി കൊടുക്കാറുണ്ട്. ഇവിടുത്തെ കോംബോ എന്ന് പറഞ്ഞാൽ ഇതാണ്: രസവട, ദോശ, പപ്പടം, ചമ്മന്തി, സാമ്പാർ. കഴിച്ചു കഴിഞ്ഞു. അനുട്ടൻ്റെ കഴിച്ചു. ഇനി ഞാനുണ്ട്. അവള് ഒതുങ്ങിയിരിക്കുന്നുണ്ട്. അമ്പു നമുക്ക് പപ്പടം തട്ടെ. എങ്ങനെയുണ്ട്? അമ്പൂന് ഞാനുമായിട്ട് വയറിറങ്ങി. അപ്പോൾ നമ്മൾ ഒരു പാഴ്സൽ വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ.
പിന്നെ ഇതാ ഫുഡ് കുട്ടി മുട്ടായി വാങ്ങിച്ചിട്ടുണ്ട്. എന്താണ് ഇത് ഇതാണ് മറ്റേ കാരക്ക. നിങ്ങളവിടെ എന്താ പറയുന്നത്? എനിക്കറിഞ്ഞൂടാ ഇതിനെന്ത് പറയണത്? ഇത് കാരക്ക, നമ്മളിവിടെ കാരക്ക എന്ന് പറയും. ഇതിങ്ങനെ പഴുക്കുമ്പോൾ കഴിക്കാൻ പറ്റും. നമ്മളെ മാമീൻ്റെ അവിടെ ഉണ്ട്. പിന്നെ അല്ലാതെ നമുക്ക് അവിച്ച് ഉപ്പിലിട്ട് വെക്കാനും പറ്റും. കഴിക്കാൻ പറ്റും. അതൊരെണ്ണം. ഓ അത് വാങ്ങാന്ന്, അതൊക്കെ വേണമെന്ന്. എവിടെ അത് അമ്പുട്ടി സൈഡിലെത്തും. മുളക് എനിക്കിത് ഭയങ്കര ഇഷ്ടമാണ്. രാത്രി ഒടങ്കല്ലി ഉപ്പൊക്കെ ഇട്ടിട്ട് കഴിക്കാൻ നല്ല ടേസ്റ്റ്. ഉപ്പും പുളിയും പിഴിഞ്ഞ്. പിന്നെ കോവയ്ക്ക. ഇത് കോവയ്ക്ക എന്നല്ലേ പറയാം? ഓ അത് കോവയ്ക്ക തന്നെയാണ്. ചീരയ്ക്ക് ചീര എന്ന് പറയും, പയറിന് പറയുന്നത്. പൈസ എത്രയാണ്? 4, 8, 9. അപ്പോൾ അതാ മധുരം കൂടെ കഴിച്ചു. വേണ്ട അപ്പോൾ അപ്പോൾ ശരി. അപ്പോൾ നമ്മളതൊരു ഈവനിങ് ഒരു തട്ടുകട വിശേഷം. അപ്പോൾ അടുത്തൊരു ഫുഡ് ബ്ലോഗ് ആയിട്ട്